ഈ കേട്ടറ്റ് യോഗ്യതയിലെ പ്രതിസന്ധി വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാണ്. എന്നാൽ പെട്ടെന്നൊരു മാറ്റം അധ്യാപകരെ ബാധിക്കുന്നതിനാൽ 2012 മുമ്പ് നിയമിക്കപ്പെട്ടവർക്ക് സർക്കാർ ഇളവ് നൽകിയിരുന്നു. എന്നാൽ 2025 സെപ്റ്റംബർ മാസം 1 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി ഇത്തരം ഇളവുകളുടെ നിരാകരിക്കുകയും കേട്ടറ്റ് ഇല്ലാത്തവരെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഇത് 20,000-ഓളം അധ്യാപകരുടെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന വിഷയമായി മാറി. കോടതി വിധി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ അധ്യാപകരെ സംരക്ഷിക്കാൻ സർക്കാർ വഴി കണ്ടെത്തിയിരിക്കുകയാണ്. വിധിപ്രകാരം 2 വർഷം കേട്ടറ്റ് പാസ്സാകാൻ സമയം നൽകുന്നുണ്ട്. ആ സമയം വരെ ശമ്പളമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. അതിനാൽ 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേടണമെന്ന വ്യവസ്ഥയിൽ 2025 സെപ്റ്റംബർ 1 മുൻപ് നിയമനം ലഭിച്ചവരും സമാന യോഗ്യതകളായ നെറ്റ്, സെറ്റ്, MPhil, PhD എന്നിവ ഉള്ള എല്ലാവർക്കും ശമ്പള സ്കെയിലിൽ താൽക്കാലിക അപ്രൂവൽ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം നേടിയതിനു ശേഷം തീരുമാനം കൈക്കൊള്ളുന്നതാണ്. അതിന്റെ ഉത്തരവ് കേട്ടറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 1/9/2025 പുറപ്പെടുവിച്ചിട്ടുള്ള വിധിന്യായത്തെ തുടർന്ന് സമാന യോഗ്യത, അതായത് സെറ്റ്, നെറ്റ്, MEd, MPhil, PhD ഉള്ളവരും 1/9/2025 മുൻപ് മാനേജർമാർ നിയമിച്ചിട്ടുള്ളവരും എന്നാൽ നിയമന അംഗീകാരം ലഭിക്കാത്തവരുമായ അധ്യാപകരെ അവർ മറ്റൊരു വിധത്തിൽ യോഗ്യതയുണ്ടെങ്കിൽ അവരുടെ നിയമന അംഗീകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള 2 വർഷത്തെ കാലയളവിനുള്ളിൽ പരാമർശം 5 പ്രകാരമുള്ള കേട്ടറ്റ് യോഗ്യത നേടണമെന്ന വ്യവസ്ഥയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്ന റിവിഷൻ പെറ്റീഷന്റെ ഉത്തരവിനും വിധേയമായിട്ടായിരിക്കും എന്ന വ്യവസ്ഥയിലും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമന അംഗീകാരവും നൽകേണ്ടതാണ്. അതായത് സുപ്രീം കോടതി വിധി വന്നതിന് മുമ്പുള്ള UID കുട്ടികളുടെ എണ്ണം, തസ്തിക സംരക്ഷണം. സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൃത്യമാക്കാൻ UID ആധാർ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ മൂലമോ അപേക്ഷ നൽകിയിട്ടും കാർഡ് ലഭ്യമാക്കാത്തത് മൂലമോ കുട്ടികളുടെ എണ്ണത്തിൽ ഉൾപ്പെടാതെ വന്നു. ഇത് തസ്തികകൾ നഷ്ടപ്പെടുന്നതിലേക്കും അധ്യാപകർ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിലേക്കും നയിച്ചു. ആധാർ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു അധ്യാപകന്റെയും ജോലി പോകുന്ന നിർബന്ധമുണ്ട്. 2025 ജൂലൈ 14 വരെ ആധാറിനായി അപേക്ഷിച്ച EID ഉള്ള കുട്ടികളെയും തെറ്റുകൾ തിരുത്താൻ അപേക്ഷിച്ചവരെയും പരിഗണിച്ച് തസ്തിക പുനർനിർണ്ണയിക്കാൻ ഉത്തരവിട്ടു. ഇതിലൂടെ പുറത്തുപോയ പല അധ്യാപകരെയും തിരിച്ചെടുക്കാൻ സാധിക്കും. സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്ത ഭിന്നശേഷി അധ്യാപക സംവരണം, അത് സുപ്രീം കോടതിയിൽ നിന്ന് NSSന് അനുകൂലമായി ലഭിച്ചത് മറ്റ് മാനേജ്മെന്റുകൾക്ക്, എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകൾക്ക് കൂടി ബാധകമാക്കാൻ ഉള്ള അനുകൂല നിയമോപദേശം ലഭിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ അത് വിശദീകരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.